Today, let's discuss with the making of a frequency distribution table. Data collected from tests and experiments may have little meaning to the investigator until they have been arranged or classified in some systematic way. Therefore, we have to organize the data into classes or groups on the basis of certain characteristics. In this process, we combine the scores into relatively small numbers of class intervals and then indicate the number of cases in each class. Let's consider one example. Here is the score of 50 students. We are going to find the greatest number and the smallest number at first. The highest score is 197 and the lowest score is 142. We are going to take the difference between highest score and the lowest score. It is 197 minus 142 equal to 55. Then we have to decide about the number of classes. We usually have 6 to 20 classes of equal length. If the number of scores or events is quite large, we usually have 10 to 20 classes. The number of classes when less than 10 is considered only when the number of scores or the values is not too large. Dear students, ഈ വർഷത്തെ രണ്ട് പ്രൊജക്റ്റാണുള്ളത്. ഒന്ന് സർവേ ആണ്. സർവേ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത് എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും ഹൈറ്റ്, വെയ്റ്റ്, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ 3 കാര്യങ്ങൾ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് കളക്ട് ചെയ്ത് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയിരുന്നു. അതിനകത്ത് കുട്ടികളുടെ പേര്, ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ 3ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടേബിളാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഏകദേശം 30 കുട്ടികളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സർവേക്ക് ആവശ്യമായ വാല്യൂസ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് 30 നമ്പേഴ്സാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ സ്കോർസ് ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ വേറെ വേറെ എക്സാമ്പിളുകളിലൂടെയാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിലും വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാല്യൂസ് ഉപയോഗിച്ച് അത് അറേഞ്ച് ചെയ്ത് നോക്കാൻ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് വെച്ചേക്കണം. കാരണം അടുത്ത പ്രാവശ്യം നമ്മുടെ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ കൺസ്ട്രക്ഷനാണ്. ആ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഈ രീതികളിലൂടെയാണ്. Let's find how to find the number of classes. To find the number of classes, we are going to use this formula. Difference between the scores by length of the class intervals. Here the difference between the score, we just find it out as 55. So 55 divided by length of the class interval. Usually we are taking length of the class interval as 10. Here also I am taking the length of the class interval as 10 and I got the answer as 5.5. If we take the length of the class interval as 10, then the number of class interval will be either 5 or 6. Length of the class interval decide ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഉപയോഗിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് സ്കോർ എന്ന് പറയുന്നത് 142 ആണ് ലീസ്റ്റ് സ്കോർ, 197 ആണ് ഹയസ്റ്റ് സ്കോർ. ഞാൻ 10 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവൽ എടുത്തു. അപ്പോൾ എനിക്ക് നമ്പർ ഓഫ് ക്ലാസ്സസിനെ 5 അല്ലെങ്കിൽ 6ലേക്ക് 5.5 ആണ് ആൻസർ കിട്ടിയത്. അതുകൊണ്ട് 5 അല്ലെങ്കിൽ 6 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് മനസ്സിലായി. ഇനി ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് മനസ്സിലാകാത്തവർക്കായിട്ടാണ് വീണ്ടും പറയുന്നത്. 142 ആണ് ഏറ്റവും കുറഞ്ഞ സ്കോർ, 197 ആണ് ഏറ്റവും കൂടിയ സ്കോർ. ഞാൻ അതുകൊണ്ട് അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 140 200 എന്ന് കൺസിഡർ ചെയ്യുകയാണ്. ലെങ്ത് ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ 10 എടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം 140 150
150 മൈനസ് 140 എന്ന് പറയുന്നത് 10 ആണ്. ആ അർത്ഥത്തിലാണ് ഞാൻ ലെങ്ത് ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ 10 എന്നെടുത്തത്. അപ്പോൾ എനിക്ക് ക്ലാസ് ഇൻ്റർവെലിനെ 140 to 150, 150 to 160, 160 to 170, 170 to 180, 180 to 190 and 190 to 200 എന്നെഴുതാം. എന്നാൽ ഇനി വരുന്ന എക്സ്പ്ലനേഷനിൽ ഞാൻ ലെങ്ത് ഓഫ് ദ ക്ലാസ് ഇൻ്റർവൽ 5 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. Then let's see here, when we are dividing 55 by 5, it will be 11. So if I am considering the length of the class interval as 5, then there will be more classes. Look here, there is, if I am considering the length of the class interval as 10, then there will be 6 classes only. 6 classes. Here I am going to consider the length of the class interval as 5. So there will be 12, 11 or 12 classes. Let's see it in the next slide. Then it will be like 145 to 150, then 150 to 155, 155 to 160 is going on like this, and the last one will be 195 to 200. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ക്ലാസ് ഇന്റർവെൽസ് 140 to 145, 145 to 150 അങ്ങനെ എഴുതി 190 to 195, 195 to 200 എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് ഇന്റർവൽ എഴുതിയിരിക്കുന്നത്. ഇത് റിവേഴ്സ് ഓർഡറിലും എഴുതാം നിങ്ങൾക്ക്. അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം 195 to 200, 190 to 195, അങ്ങനെ വന്ന് 145 to 150, 140 to 145. ഈ രീതിയിലും നിങ്ങൾക്ക് ക്ലാസ് ഇന്റർവെൽ അറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. ഞാൻ ഈ രണ്ടാമത്തെ രീതിയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ എഴുതിയാലും ലെങ്ത് ഓഫ് ദ ക്ലാസ് ഇന്റർവെൽ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുകയാണ് പതിവ്. Here comes the frequency distribution table. We just divided the scores into class interval. Here the length of the class interval is taken as 5, and we choose an interval of 5 as the best suitable for the given data. And the next step is finding the frequency. How we will find the frequency? You can use tally marks for that, and you know that using tally mark is the vertical stripe. Using tally mark we can find the frequency of the data given. Here it is the scores. So we find the frequency also. So a frequency distribution table will be like this. Is having, so we have divided the score into the form of a class interval, and using tally marks we find frequency of each class interval. So we got the frequency distribution table like this. In general, there are two types of frequency distribution. One is inclusive, the other is exclusive. Let's see what is inclusive and what is exclusive type. One example is given here. You can see that it is weight in kilogram. Then they find the frequency also, and the class intervals are divided here like 44 to 48, 49 to 53, 54 to 58, 59 to 63, 64 to 68, 69 to 73. In this type of class interval, upper limit of one class is not coincide with the lower limit of the next class. What is the meaning of that? Here 48, here for the first class interval is 44 to 48, and the next class it is 49 to 53. 48 and 49 are different. ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്നും ടാലി മാർക്ക് ഉപയോഗിച്ച് വാല്യൂസിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ
ഈ ക്ലാസ് ഇന്റർവെൽ, ഈ ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽ 44 to 48 എന്ന് പറഞ്ഞ അല്ലെങ്കിൽ 49 to 53 അങ്ങനെ സെപ്പറേറ്റ് ആയ ക്ലാസ് ഇന്റർവെല്ലുകളിൽ 44 എന്ന് പറയുന്ന മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ടാലി മാർക്ക് വരയ്ക്കും. 48നെയും അതായത് അപ്പർ ലിമിറ്റിനെയും ലോവർ ലിമിറ്റിനെയും ഒരു ക്ലാസ് ഇന്റർവെൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആ ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽസിനെ ആണ് ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ടേബിളിൽ നിന്നും നമ്മൾ ഇൻക്ലൂസീവ് ആണോ എന്ന് അറിയാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. 48, 44, 48 കഴിഞ്ഞാൽ കഴിഞ്ഞു. അടുത്തത് തുടങ്ങുന്നത് നെക്സ്റ്റ് നമ്പറിൽ നിന്നാണ് 49 to 53. അത് കഴിഞ്ഞ് 53 അല്ല സ്റ്റാർട്ട് ചെയ്തത്, അടുത്തത് 54 to 58 ആണ്. കണ്ടിന്യൂറ്റി ഇല്ലാതെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ക്ലാസ് ഇന്റർവെൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. The next is exclusive class interval. Here you can see another class intervals. We have taken the class interval as 150 to 155, 155 to 160, 160 to 165. You can see the continuity here. What is meant by continuity? Here the upper limit of the first class, it is 155. It is just coincide with the lower limit of the second class, 155 together, right? ഈ രീതിയിലുള്ള ക്ലാസ് ഇന്റർവെലുകളിൽ 150 to 155ൽ 150 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യും, 155നെ കൺസിഡർ ചെയ്യില്ല. അതായത് 150 ഇൻക്ലൂഡഡ് ആണ്, അപ്പർ ലിമിറ്റ് ആയ 155 എക്സ്ക്ലൂഡഡ് ആണ്. രണ്ടാമത്തെ ക്ലാസ് ഇന്റർവെൽ 155 to 160ൽ 155 is included and 160 is excluded. Such type of an interval, class interval, we can call it as exclusive class interval. So here lower limit of the class is included but the upper limit is excluded. The exclusive type of class interval is given here as a frequency table. Let me explain again about class intervals. Here the first class is 150 to 155. The length of the class is 155 minus 150, it is 5, and 150 and 155 you can call by the name class limits, and 150 is the lower class limit and 155 is the upper class limits. How many class intervals are given here? Correct, 6 class intervals are given here. The last one 175 to 180. 175 and 180 are the class limits here. 175 is the lower class limit and 180 is the upper class limit. Generally, to ensure continuity and to get correct class limits, exclusive distribution should be adopted. Let's see another one. Here is an inclusive distribution is given here. The class intervals are like 44 to 48, 49 to 53, etc. Here 44 to 48 is the class interval. And what about the class limits? 44 and 48 are the class limits. The lower class limit is 44 and the upper class limit is 48. Correct. Let's consider another one. I am taking the class interval 59 to 63. Here 59 and 63 are the class limits. 59 is the lower class limit and 63 is the upper class limit. Usually we convert inclusive class interval to exclusive class interval. We observe that in inclusive method, upper class limit is not equal to lower class limit of the next class, and so there is no continuity between the class. However, for statistical calculation, it is desirable that the classes are continuous. So we have to convert inclusive class interval to exclusive class in general. To overcome this difficulty, we are going to make some adjustment in the frequency table. Let's see it. Usually we are finding adjustment factor using this formula. Upper limit of one class minus lower limit of the next class by 2. Let's consider this inclusive class. As I told earlier, this class is in reverse order. So to find adjustment factor, we are going to consider the lower limit of the first class and upper limit of the
second class. And we are going to find the difference between these two, 195 and 194 divided by 2. It is 1 by 2. It is equal to 0.5. So 0.5 is the adjustment factor for this class. Remember, for usual classes, if it is from lower score to upper score, we are using this equation, upper limit of 1 plus minus lower limit of the next class by 2. And here it is since it is in reverse order, we just take the lower limit of the 1 class minus upper limit of the second class. So we got the adjustment factor as 0.5. So what to do with this adjustment factor? We are going to subtract this adjustment factor 0.5 from every lower limit, and we are going to add the adjustment factor with every upper limit. Let's see it. Here is the inclusive class. Using adjustment factor, we just convert the inclusive class into exclusive class. The adjustment factor is subtracted from the lower limit and adjustment factor is added to the upper limit. So that 195 to 199, the first class interval, it turns to 194.5 to 199.5. So what we have done it? 195. It was the lower limit of the inclusive class. We just subtract the adjustment factor 0.5 from 195. We just subtract the adjustment factor 0.5 from 195, and 199 is the upper limit of inclusive class. We just add 0.5 the adjustment factor with the upper limit. So we got the true or actual class limits or the exclusive class intervals from the inclusive class interval. So the class limit obtained after the adjustment are called the actual or true class limits. One more wording is there. It is class boundaries. The actual class limits is also called class boundaries. Let's talk about class size. What is class size? It is the difference between actual lower limit and actual upper limit of the class interval. How can we find the class size? Class size is, let me consider the first class interval. It is 199.5 minus 194.5. When you are subtracting, you will get 5. So 5 is the class size of the given class interval. The next word is class mark. Class mark means it is the midway between the actual lower limit and the actual upper limit. What is that? Let's consider the first class interval 194.5 and 199.5. Let's find the class mark of first class interval. The class mark of first class interval is, we are going to add both the upper limit and the lower limit together. It is 194.5 plus 199.5. It is the midway between, which means that we have to divide it by 2. So it will be 394 by 2. And the answer is 197. So 197 is in between 194.5 and 199.5. So 199 is the class mark of the first class interval. Let's discuss about cumulative frequency and cumulative frequency table. What is meant by cumulative frequency?
A cumulative frequency of the class interval is the sum of frequencies of all the classes up to that class. Let's see one example. Here is the class interval and frequencies are given. The class intervals are 10 to 20, 20 to 30, 30 to 40 and 40 to 50. The frequencies corresponding to the class interval is also given as 4, 9, 5 and 6. The next row is cumulative frequency. How we find the cumulative frequency? For the class interval 10 to 20, it is 4. 20 to 30, here we just add 4 and 9 together, it is 13. For the next one, it is 30 to 40. The frequency is 5 and the cumulative frequency is 4 plus 9 plus 5. And for the last one, it is 6 and the cumulative frequency is the sum of all the frequencies together, 4 plus 9 plus 5 plus 6. So what we will understand from this table? Yes, the first class interval is 10 to 20 and the cumulative frequency is 4, which indicates that there are 4 observations which are less than 20. Then what is the meaning of less than 30? There are 13 observations which are less than 30. What about next one? Yes, there are 18 observations which are less than 14. For the last one, it is the observations less than 50. There are 24 observations less than 50. So, cumulative frequency is used to determine the number of observations that lie above or below a particular value in a data set. The cumulative frequency is calculated by adding each frequency from a frequency distribution table to the sum of its predecessors. The last value will always be equal to the total for all the observations, since all the frequencies will already have been added to the previous total. Dear students, please attempt the exercise 18A. For any doubt, please call or message me. Thank you.